ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ എല്ലാവരും കൂടെ ബീച്ചിൽ പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ കാറിലൊക്കെ കയറിയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കാഴ്ചയൊക്കെ കണ്ടിങ്ങനെ കുറേ നേരം ഇരുന്നതിന് ശേഷം ഇങ്ങനെ ഞാൻ ഫ്രണ്ട് സീറ്റിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഞാനും ചേട്ടനും ജയമ്മയും ബിന്ദുമ്മയും കൂടെയാണ് ബീച്ച് കാണാൻ പോകുന്നത്. 28 ഓണത്തിൻ്റെ തലേ ദിവസമാണ് ഞങ്ങൾ പോയത്. പക്ഷേ വീഡിയോ ഇത്രയും ഡിലേ ആകാൻ കാരണം എക്സാമൊക്കെ ആയതുകൊണ്ട് എഡിറ്റ് ചെയ്യാനൊക്കെ കുറച്ച് നേരം താമസം എടുത്തു. കണ്ടോ, ജയമ്മ എന്താണ് പ്രകൃതി സൗന്ദര്യം കണ്ടിങ്ങനെ ഇരിക്കുകയാണ്. ബിന്ദുമ്മ അതുപോലെ തന്നെ കാഴ്ചയൊക്കെ കണ്ടിരിക്കുകയാണ്. പിന്നെ ചേട്ടൻ സീരിയസ് ആയി വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഞങ്ങൾ ബീച്ച് അടുക്കാറായി. ബീച്ചൊക്കെ കണ്ടു. അവിടെ കുറേ ബീച്ചിൻ്റെ സൈഡിലൊക്കെ ഓരോ കാളകെട്ടുണ്ട്. ഇപ്പം ഓച്ചിറയിലേക്ക് കൊണ്ടുപോകാനുള്ള കാളകെട്ടുണ്ട്. അപ്പം അതിൻ്റെ എവിടെ നോക്കിയാലും കാളകെട്ടാണ്. കുറേയേറെ കാളകെട്ടിനെ കണ്ടു. പക്ഷേ ഞാൻ വീഡിയോ എടുക്കാനൊക്കെ മറന്നുപോയി. പിന്നെ നമ്മൾ ബീച്ചിലിങ്ങനെ എത്തി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ചെറിയ കാള മുതൽ വലിയ കാള വരെ ഞങ്ങൾ കണ്ടു. അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടോ, ഇപ്പോൾ ഒരു കാളയെ കാണാം. കാളകെട്ട് കണ്ടോ, ഇഷ്ടം പോലെ കാളകെട്ടുണ്ട്. അടുപ്പിച്ച് കാളകെട്ടാണ്. അവസാനം ഞങ്ങൾ ബീച്ചിലോട്ട് കയറേണ്ട മെയിൻ എൻട്രൻസിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കാറൊക്കെ പാർക്ക് ചെയ്യണം. അതിനിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. കാറ് ഇവിടെ പാർക്ക് ഇടാൻ പോവുകയാണ്. അപ്പം ഇട്ടതിന് ശേഷം നമ്മൾ ബീച്ചിൽ പോയി കളിക്കാൻ പോവുകയാണ്. പിന്നെ റോഡിലൊന്നും അത്ര തിരക്കുണ്ടായിരുന്നില്ല. പിന്നെ എല്ലായിടത്തും 28 ഓണത്തിൻ്റെ ഒരുക്കങ്ങളായിരുന്നു. കുറേയേറെ ഡാൻസും പാട്ടും എല്ലാം കാളകെട്ടിൻ്റെ മുമ്പിലൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഫോട്ടോ ഇടാനൊക്കെ മറന്നുപോയി. ഇവിടാണ് കാറ് പാർക്ക് ചെയ്യേണ്ട സ്ഥലം. അങ്ങനെ ഞങ്ങൾ പാർക്ക് ചെയ്തു. എന്നതിന് ശേഷം ഇങ്ങനെ നടക്കുകയാണ്. ഇതാണ് ബീച്ചിലോട്ടുള്ള പോകേണ്ട വഴി. അപ്പം ഞങ്ങളിങ്ങനെ നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കുറേ വലിയ തിരക്കില്ലായിരുന്നെങ്കിലും ബീച്ചിൽ, എന്നാലും ആവശ്യത്തിനുള്ള തിരക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബീച്ച് കാണാൻ പോവാണ്. ഈ ബീച്ചിൽ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ ബീച്ച് ഏതാണെന്ന് മനസ്സിലായോ? ഏത് ബീച്ചാണെന്ന് കമൻറ്റ് ചെയ്തേരെ. നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ? എന്ന് നിങ്ങൾ കമൻറ്റ് ഇടുക ഇതേത് ബീച്ചാണെന്ന്. ഇതാണ് ബീച്ച്. ഞങ്ങൾ കുറേ നേരം നിന്നു. പിന്നെ ബീച്ചിൻ്റെ സൈഡിലോട്ട് ഇറങ്ങി. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അങ്ങനെ കണ്ട് സമയം പോയത് അറിഞ്ഞില്ല. പിന്നെ എനിക്ക് അവിടുന്ന്